ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിർബന്ധമായും രക്ഷിതാക്കൾ കുട്ടികളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൊബൈലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അവൻ്റെ ഫ്രണ്ട് ക്യാമറ അവനറിയാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ അവൻ ആരൊക്കെയാണ് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൂടാതെ അവൻ യൂട്യൂബിൽ എന്താണ് കാണുന്നത് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കുട്ടിയുടെ ഫോണിലാണ്. കുട്ടിയുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഓർമ്മയുള്ളതായിരിക്കണം. അല്ലെങ്കിൽ പുതിയൊരു ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയെങ്കിലും അതിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. 100% വർക്കിംഗ് ആയിട്ടുള്ള ആപ്പാണ്. ഇത് നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ MDM അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട്. പിന്നെ മാത്രം കുട്ടി പോകുന്ന ലൊക്കേഷന് എല്ലാം കാണാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. തികച്ചും ഫ്രീ ആണ്. ഇപ്പോൾ ആപ്പ് എപ്പോൾ പേഡ് ആവുമെന്ന് അറിയില്ല. ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആണ്. അപ്പോൾ എങ്ങനെയാണ് സെറ്റിങ്സും കാര്യം കുറച്ച് റിസ്ക് ഉണ്ടാവും, എന്നാലും കറക്റ്റ് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളി ആപ്പാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുന്ന കമൻറ്റ് ബോക്സിലുണ്ട്. ഫോണിലല്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അവരുടെ ഫോണിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. ആ ഇമെയിൽ ഐ ഡി രണ്ട് ഫോണിലും ഒരേപോലെ ആയിരിക്കണം നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ ഫോണിലുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡി അതിലേക്ക് അടിച്ചു. കാരണം ആ ഫോണിലെ കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ തൽക്കാലം എൻ്റെ ഫോണിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എഗ്രി ആൻഡ് സെൻഡ് എന്നുള്ള ബട്ടൺ മേലെ ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഇമെയിൽ ഐ ഡി അതിലേക്ക് ഓട്ടോമാറ്റിക് സൈനിങ് ആവും. സൈനിങ് ആ സമയത്ത് ഇവിടെ മെയിൻ മൈ ചൈൽഡ് ഇവിടെ ഏതാണ് കൊടുക്കേണ്ടത് അതിവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മെയിൻ എന്നുള്ള ഭാഗത്ത് അല്ലെങ്കിൽ മൈ ചൈൽഡ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം. ഇവിടെ എയർ ഡ്രോഡ് കിഡ്സ് അതിൻ്റെ മേലെ ടച്ച് ചെയ്യാം. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിലേക്ക് ഒരു ചെറിയ ഫയൽ ഡൗൺലോഡ് ആണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്ലിക്ക് ടു റിട്രീവ് കണ്ടില്ല, അവിടെ ജസ്റ്റ് സെക്കൻഡ് ചെയ്യുക. ക്ലിക്ക് ടു റിട്രീവ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ മേലെ ടച്ച് ചെയ്യുക. വീണ്ടും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആ ഡൗൺലോഡ് നടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ മേലെ ടച്ച് ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓപ്പൺ കൊടുക്കാം. ഇനി ഓപ്പൺ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലും ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ മേലെ ടച്ച് ചെയ്യുക. അപ്പോൾ ലോഡിംഗ് ആവും. ലോഡിംഗ് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡി എന്തായാലും ഓർമ്മ വേണം. ആ ഇമെയിൽ ഐ ഡി തന്നെയാണ് രണ്ടാമത്തെ ഏത് ഫോണിലാണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണിൽ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ട് മൊബൈലിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി ഓർമ്മയുള്ളത് തന്നെ ആവണം. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ മൊബൈലുള്ള ആ ഒരു ഇമെയിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് അവിടെ കൊടുക്കാനുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ തന്നെ അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് കാണിച്ചാൽ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഏകദേശം കയ്യാറായിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ഈ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക. ബാക്ക് അടിക്കാം. ഇനി ഈ പച്ച കാണുന്ന ഭാഗത്ത് ഓപ്പൺ എന്നുള്ള ആൻഡ്രോയിഡ് കിഡ്സ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമുക്കിവിടെ ഒരു കോഡ് നമ്പർ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ കോഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഡ് നമ്പർ അടിച്ചു കൊടുക്കണം. ആ കോഡ് നമ്പർ അടിച്ചു കൊടുക്കാനുള്ളത് ഞാൻ മറ്റൊരു ഫോണിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ അടിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു 8-9 നമ്പർ ഉണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ നമ്പർ അടിച്ചു കൊടുക്കാനുള്ളത് നമ്മുടെ ഫോളാണ്. അപ്പം നിങ്ങൾ വീണ്ടും നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആ ലിങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായിട്ട് ഒരു ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അതിന് മേലെ ടച്ച് ചെയ്ത് നിങ്ങളുടെ ഫോളാണ് ചെയ്യേണ്ടത് കേട്ടോ. അവരുടെ ഫോണല്ല, നിങ്ങളുടെ കുട്ടിയുടെ ഫോണിലല്ല, ഭാര്യയുടെ ഫോണിലല്ല, നിങ്ങളുടെ ഫോണിലാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഇമെയിൽ കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ അവിടെ എന്താണ് ഇമെയിൽ കൊടുത്തത് അത് ഇമെയിൽ ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഓൾറെഡി സൈൻ ഇൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഐ ഡി ആ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. ഞങ്ങളുടെ ഈ ഫോണിലും എൻ്റെ മറ്റേ ഫോണിലും രണ്ടും ഓരോ ഇമെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിന് മേലെ ടച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ലോഡാകുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ യുവർ ദാദു എന്ന് പറഞ്ഞ ഈ ഒരു ഇമെയിൽ ഐ ഡിയാണ്. അതിന് മേലെ ടച്ച് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓക്കെ ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ഉണ്ടാവും. അതിന് മേലെ ടച്ച് ചെയ്യാം. ഓക്കെ, ആ നീല ബട്ടൻ്റെ മേലെ ടച്ച് ചെയ്യാം. അപ്പം ഇതുപോലൊരു QR കോഡ് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്പർ അടിച്ചു കൊടുക്കുന്നത് ഈ കാണുന്ന നമ്പറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം മറ്റേ ഫോണിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈലിലുള്ള ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതായത് കുട്ടിയുടെ മൊബൈലിലുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ ഒന്ന് ജസ്റ്റ് അക്സെപ്റ്റ് കൊടുക്കണം. അക്സെപ്റ്റ് കൊടുക്കുക. ഇവിടെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് നമ്പർ അടിച്ചു കൊടുക്കണം. ആ നമ്പറാണ് ഈ കാണുന്ന നമ്പർ. ഓക്കെ, 11-8-1-4-1-4-5-1. ഓക്കെ, ജസ്റ്റ് ഈ സെക്കൻഡ് പോകുന്ന കാണില്ലേ. ഓക്കെ, അത് കഴിഞ്ഞൊരു ജസ്റ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ കുറച്ച് പെർമിഷനും കാര്യങ്ങൾ കൊടുക്കാനുണ്ടാവും. അപ്പോൾ പെർമിഷനൊക്കെ നിങ്ങൾ എല്ലാത്തിൻ്റെ മുകളിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അലോ ചെയ്യണം. പെർമിഷൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ചെറിയൊരു ആപ്പാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് അത് പെർമിഷൻ കൊടുക്കുക. ഓക്കെ,
ഒക്കെ ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കും. അതിൻ്റെ മുകളിലൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാത്തിൻ്റെ മുകളിലും ജസ്റ്റ് പെർമിഷൻ കൊടുക്കുക. ഇനി ഈ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഈ പെർമിഷൻ കൊടുക്കുമ്പോൾ കാണും. അപ്പോൾ പിന്നീട് നമ്മുടെ കുട്ടിയുടെ ഫോണിൽ ആ ഒരു ആപ്പ് ഒരിക്കലും കാണില്ല, അവർക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും കഴിയില്ല. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ പെർമിഷൻ കൊടുക്കണം. എല്ലാത്തിൻ്റെ പെർമിഷനും ഇതുപോലെ അലോ കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. സിമ്പിളാണ്. മനസ്സിലാത്തൊരു വീഡിയോ ഒന്നും കൂടി കാണണേ, കാരണം അത് കുറച്ച് റിസ്ക് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം പെർമിഷൻ കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് 100% വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു പെർമിഷൻ കൂടി ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു. വീണ്ടും ഒരു പെർമിഷൻ. ഈ പെർമിഷൻ കേൾക്കുമ്പോൾ പേടിക്കും വേണം കേട്ടോ. ഓക്കെ, അലോ ഓള് അതും കൊടുത്തു. ഓക്കെ, അതും കൊടുത്തു, അലോ കൊടുത്തു. ഓക്കെ, ഇവിടെ താഴത്തുള്ളത് ക്ലിക്ക് ചെയ്യുക, വീണ്ടും പെർമിഷൻ. അപ്പോൾ ആ ആപ്പ് അവിടെ അൺഇൻസ്റ്റാൾ ആയി പോയി. ഓക്കെ, ഇനി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഇതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ലിങ്ക് ടച്ച് ചെയ്തില്ലേ, അതിന് മേലെ ടച്ച് ചെയ്യുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫോണിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞാൽ ആ ഫോൺ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഈ കാണുന്ന മുകളിൽ കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിൽ എത്തിക്കഴിഞ്ഞു. ആ മൊബൈലിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതൊക്കെ ഇവിടെ താഴത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതല്ല വേണ്ടത്, നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യണം. നോക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ജസ്റ്റ് മുകളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്നുള്ളത് കേട്ടോ. 9% ബാറ്ററി ആ ഫോണിൽ ഉള്ളൂ. ഓക്കെ, ഈ ഫോണിലാണ് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടോ. ഈ ഫോണിൽ 9% ബാറ്ററി ഉണ്ടാവുള്ളൂ കേട്ടോ. 8 അവിടെ 8 ഉണ്ടാവും അല്ലേ, അവിടെ 8. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടെ ഏറ്റവും മുകളിൽ ചെറുതായിട്ട് കാണുള്ളൂ. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് റിമോട്ട് ക്യാമറ, അവരുടെ മൊബൈലിൻ്റെ ക്യാമറ നമുക്ക് കണക്ട് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നുകൊണ്ട് കാണാൻ സാധിക്കും, അവരെന്താ എടുക്കുന്നതെന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോണിൻ്റെ ഈ കണക്ട് എന്നുള്ള ഭാഗത്ത്, ഈ ഫോണാണ് എടുക്കുന്നത്, മോനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ കണക്ട് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തു. ഓക്കെ, ഇവിടെ ചെറിയൊരു പോപ്പപ്പ് ഉണ്ടാവും. ആ പോപ്പപ്പിൻ്റെ മേലെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം കേട്ടോ. ആ ടിക്ക് മാർക്ക് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫോൺ അങ്ങനെ പിടിക്കണം കേട്ടോ, ഓട്ടോമാറ്റിക് ഇതിലേക്ക് കണക്ട് ആവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ആണോ. ഇപ്പോൾ അതിൻ്റെ ബാക്ക് ക്യാമറയാണ് കാണുന്നത്. കാരണം ഈ ഫോണിൽ ക്യാമറ ഒന്നും ചെയ്തിട്ടില്ല. ആ ഫോണിൻ്റെ എന്താ കറക്റ്റ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം. ഒന്നത്. ഇനി അടുത്തത് നമ്മൾ അവരുടെ മൊബൈലിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം. അതിന് വേണ്ടി ജസ്റ്റ് വീണ്ടും ഇതിന് മേലെ ടച്ച് ചെയ്യുക. അതിന് മേലെ ടച്ച് ചെയ്ത് എക്സിറ്റ് അടിക്കണം. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ആ രണ്ടാമത്തെ ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പം അവിടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അവരുടെ ലൊക്കേഷൻ എവിടെയാണുള്ളതൊക്കെ ഇവിടെ കാണിക്കും. ഇനി രണ്ടാമത്തെ ഭാഗത്ത് വീണ്ടും ടച്ച് ചെറിയ ഇതായതുകൊണ്ടേ. ഇനി സ്ക്രീൻ മിററിങ്, അവിടെ മൊബൈലിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻ മിററിങ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. ഈ ചെറിയ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഈ ഫോണിന്റെ സ്ക്രീനിൽ എന്തൊക്കെയുള്ളത് അതേപോലെ ഈ ഫോണിലേക്ക് വരും. 2 ഫോണിലും അത് കണക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇവിടെ നീക്കുമ്പോൾ അവിടെ നീങ്ങും കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുകയാണെങ്കിൽ അവിടെയും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി. ഏണ്ട് നോക്കിയാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നമ്മളെ പ്രൊഫൈൽ അവിടെ ഓപ്പൺ ആക്കി, അതും അവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ ഇവിടെ തോന്നുന്നത്, പക്ഷേ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. ഇപ്പോൾ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ അപ്പോൾ വാട്സപ്പ് അവിടെ ഓപ്പൺ ആയി. എങ്ങനെയുണ്ട്? നല്ല ആപ്പല്ലേ? ഇനി ഇത് കൂടാതെ ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അവർക്ക് വാട്സപ്പിൽ ആരും മെസ്സേജ് തരാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇനി നമുക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് കുട്ടികൾ പ്ലേ സ്റ്റോറൊക്കെ ഓപ്പൺ ആക്കുകയാണെങ്കിൽ പ്ലേ സ്റ്റോർ അവിടെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി ഉണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പം ഫേസ്ബുക്ക്, ഞാൻ അവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെ കറക്റ്റായിട്ട് അവിടെ വരുന്നുണ്ട്. ഇനി അത് കൂടാതെ എന്താ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ക്യാമറ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ആ ക്യാമറ ഉണ്ടോ, അവിടെ ക്യാമറ ഓണായി. എങ്ങനെയുണ്ട്? അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് ഇതുപോലെ കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അത് കൂടാതെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫാക്കണമെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന ചെറിയ ഇതുണ്ടല്ലേ, ഈ കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇനി ഓഡിയോ കേൾക്കാൻ ഞാൻ ജസ്റ്റ് കാണിച്ചില്ല. ലൊക്കേഷനിലേക്ക് ആക്കുക. ഇതെന്ത് ഞങ്ങൾ ഓക്കെ കൊടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഇത് പോയി. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്ത് ടച്ച് ചെയ്താൽ ഇവിടെ ഓഡിയോ അവരെന്തൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരറിയാതെ നമുക്ക് കേൾക്കാൻ കഴിയും. നേരത്തെ കണ്ടതുപോലെ തന്നെ അവിടെ കണക്ട് ചെയ്യുക. ഇനി അത് കൂടാതെ താഴത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷനുള്ള ഭാഗത്ത് ടച്ച് ചെയ്താൽ അവരുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻസുകൾ ഏതൊക്കെയാണോ അതും അതുപോലെ കാണാൻ സാധിക്കും. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ബൈ.